വെൽക്കം ബാക്ക് ടു ജോർജ് ദ ഇന്ത്യൻ ഫാമർ. വെസ്റ്റ് ഇന്ത്യൻ ചെറിയെക്കുറിച്ചാണ് ഈ വീഡിയോ. പുളിയും മധുരം കൂടിയിട്ടുള്ളൊരു ട്രോപ്പിക്കൽ ഫ്രൂട്ടാണ് വെസ്റ്റ് ഇന്ത്യൻ ചെറി. അതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസും അതുപോലെ ആ കളറിൽ നിന്ന് നല്ല ബ്രൈറ്റ് റെഡ് കളറാണ്. അപ്പോൾ ലൈക്കോപ്പീൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ധാരാളം ഉള്ള ടൊമാറ്റോസിലൊക്കെ ഉള്ള പോലെ തന്നെയുള്ള ഒരു ഫ്രൂട്ടാണ് ഈ വെസ്റ്റ് ഇന്ത്യൻ ചെറി. ഇത് സ്വപ്നചിത്ര എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൊരട്ടിക്കടുത്ത് ചെറങ്ങരയുള്ള ഒരു നഴ്സറിയാണ്. ദേശീയപാതയിൽ ഇപ്പോൾ തൃശ്ശൂർ നിന്ന് എറണാകുളം ഡയറക്ഷനിൽ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ഈ കാണുന്ന നഴ്സറി. ഇനി ഇതിൻ്റെ തന്നെ വലിയ നഴ്സറി കൊരട്ടിക്കടുത്ത് എറണാകുളത്ത് നിന്ന് തൃശ്ശൂർക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണാം. അപ്പോൾ ഇത് അവരുടെ ഒരു അനക്സ് എന്ന് പറയാം വേണമെങ്കിൽ. ഇവിടെ ധാരാളം ഫ്രൂട്ട് പ്ലാന്റ്സും അതുപോലെ ഫ്ലവർ പ്ലാന്റ്സും ഉണ്ട്. പക്ഷേ അതിലും കൂടുതൽ കളക്ഷൻ മറ്റോടത്താന്ന് തോന്നുന്നു. അവിടെ അവരുടെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അവിടെ പോയിട്ടില്ല. ഇതിപ്പോൾ എറണാകുളത്ത് പോകുന്ന വഴി ലെഫ്റ്റ് സൈഡിൽ കണ്ടപ്പോൾ കയറിയതാണ് ഇവിടെ. അപ്പോൾ ഞാൻ കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരുന്നു. ചട്ടിയിൽ വെക്കാനുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് വാങ്ങാനായിട്ടാണ് ഇവിടെ കയറിയത്. അപ്പോൾ ഈ ചെടി ഇരിക്കുന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ ഞാൻ പോകുന്നത്. എൻ്റെ മുന്നിൽ നടക്കുന്ന ഈ ചേട്ടൻ, മുന്നിലല്ല പിന്നിലാണ്. ഇപ്പോൾ ഈ ചേട്ടൻ ഇവിടുന്ന് വെസ്റ്റ് ഇന്ത്യൻ ചെറിയ കുറച്ച് നാൾ മുമ്പ് വാങ്ങിക്കൊണ്ടുപോയിരുന്നു. അപ്പോൾ അതുമ്മേ പെട്ടെന്ന് തന്നെ പൂടും കായകൾ എന്ന് പറഞ്ഞാൽ ഈ ഫ്രൂട്ട്സ് ഇഷ്ടംപോലെ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ആൾ ഇതൊരെണ്ണം കൂടി വാങ്ങാനായിട്ട് വന്നായിരുന്നു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു ചേച്ചി ഇതിൻ്റെ നോട്ടക്കാരത്തി ആളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഈ വെസ്റ്റ് ഇന്ത്യൻ ചെറി എന്ന് പറഞ്ഞപ്പോൾ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനിവിടുന്ന് വാങ്ങിക്കൊണ്ടുപോയത് പെട്ടെന്ന് തന്നെ ഉണ്ടായി, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരെണ്ണം കൂടി വാങ്ങാൻ വന്നതാണെന്ന്. അപ്പോൾ എനിക്കും സന്തോഷമായി. ഞാൻ ഉദ്ദേശിച്ച ആ ഒരു റിസൾട്ട് കിട്ടുന്നൊരു പ്ലാന്റാണ്. ഒരു ചട്ടിയിൽ വളർത്താം. അതോടൊപ്പം ഇതാണ് തയ്യ്. ഇപ്പോൾ ഇതിന് 250 രൂപയാണ് അവർ വില പറഞ്ഞത്. ഞാൻ ഒരെണ്ണം വാങ്ങി. ഇവിടെ റംബുട്ടാൻ, അതുപോലെ മാംഗോസ്റ്റീൻ, ഇഷ്ടംപോലെ പേര, വലുതും ചെറുതായിട്ട് അനേകം ഫ്രൂട്ട് പ്ലാന്റ്സ് ഉണ്ട്. നാരകങ്ങൾ, അതുപോലെ പ്ലാവുണ്ട്, വിയറ്റ്നാം സൂപ്പർ എർലി പോലത്തെ. പൈസയൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ, നമ്മളൊരു വാഹനമൊക്കെ കൊണ്ട് പോവുകയാണെങ്കിൽ ഇഷ്ടംപോലെ ഫ്രൂട്ട് പ്ലാന്റ്സ് കയറ്റി പോരാം. ഇത് ഒരു ടൈപ്പ് പൈനാപ്പിളാണ്, ഓർണമെൻ്റ് എല്ലാം തോന്നുന്നു. അതിൻ്റെ ലീഫും അതുപോലെ ഫ്രൂട്ടൊക്കെ കണ്ടിട്ട്. ഇതാണ് വെസ്റ്റ് ഇന്ത്യൻ ചെറി. അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ കൊണ്ടുവച്ചു. അപ്പോൾ അത് കൊണ്ടുവച്ച് ശരിക്കും പറഞ്ഞ ഒരു മാസത്തിനുള്ളിൽ തന്നെ പൂട്ടു. ഇതാ കാണുന്ന പിങ്ക് കളറിലുള്ളതാണ് ഇതിൻ്റെ പൂക്കൾ. അപ്പോൾ ആ പൂക്കൾ വിരിഞ്ഞു. കുറച്ച് വിരിഞ്ഞിട്ടുള്ള ഒരു ഇതാണ്. ചെറുതായിട്ട് ഫ്രൂട്ട് പിടിക്കുകയും ചെയ്തിരുന്നു, പക്ഷെ അത് കൊഴിഞ്ഞു പോകണുണ്ടായത്. അപ്പോൾ ഫസ്റ്റ് ഉണ്ടായത് ചിലപ്പോൾ കൊഴിഞ്ഞു പോവായിരിക്കാം. എനിവേ, ഇപ്പോൾ ഈ പ്ലാന്റ് അത്യാവശ്യം കുറച്ച് പുതിയ ഇലകളൊക്കെ വന്നു ഇതുമ്മ. അപ്പോൾ അതിൻ്റെ ഗ്രോത്ത് ആയിട്ടുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞത് ഒരു 2 മാസം കഴിയുമ്പോൾ ഇതിനെ ഒന്ന് ട്രിം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നത്തെ ആ ഗ്രോത്തിൽ ഫ്ലവർ ചെയ്ത് നന്നായിട്ട് ഫ്രൂട്ട്സ് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ മഴ, ഇപ്പോൾ ജൂലൈ 15-ാം തീയതിയാണ് നാളെ. മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട്. നല്ലൊരു കാലാവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് ചെടികൾ വളർന്ന് കിട്ടാനായിട്ട്. അപ്പോൾ പറഞ്ഞ പോലെ ഒരു 2 മാസം കഴിയുമ്പോൾ ഇതിനെ ഒന്ന് ട്രിം ചെയ്ത് കൊടുത്താൽ ഫ്രൂട്ട്സ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.